ഇപ്പോൾ അമ്മ സംഘടനയിൽ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കതും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും പരാതികളുമാണ്. നമുക്കറിയാം, ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്വേതാ മേനോനാണ്. ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് സ്ഥാനത്തിൽ ഒരു സ്ത്രീ വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം സിനിമാ മേഖലയിൽ കുറയുമെന്ന് കരുതിയപ്പോൾ ഇപ്പോൾ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ വനിതാ നേതൃത്വം എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കുകയാണല്ലേ? തീർച്ചയായും ഈ പ്രശ്നം ഇപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് വരെ ചെന്നെത്തിക്കുന്ന അൻസിബ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ പറഞ്ഞു, അത് നടന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് തുടങ്ങുന്നത് ഒരു മാസം മുന്നെയാണ്. ഒരു മാസം മുന്നേ ഓഫീസ് ജീവനക്കാരി അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നേരെ തൊഴിൽ പീഡനം ആരോപിച്ച് അവര് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ആ സമയത്താണ് ഇതിനുള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും പുറത്തു വന്നത്. കുക്കു പരമേശ്വരനെതിരെയും ട്രഷററായ ഉണ്ണി ശിവപാലിനെതിരെയും വലിയ വിവാദങ്ങളാണ് അഴിച്ചുവിട്ടത് ആ പെൺകുട്ടി. പക്ഷെ ഇപ്പൊ വീണ്ടും അവര് പരാതിയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നീന കുറുപ്പിനെതിരെയാണ് പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കുക്കു പരമേശ്വർ പോലുള്ള വ്യക്തികൾ സ്ത്രീകൾക്കെതിരെ ഉന്നമനത്തിനായി ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്. അവരിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. നീന കുറുപ്പായാലും ഒക്കെ. അപ്പൊ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് നമുക്ക് ഇതിലൂടെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു നല്ല വ്യക്തികളാലും ഇതിന്റെ അകത്ത് ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മല്ലിക സുകുമാരനെ പോലുള്ള വ്യക്തിയൊക്കെ അവിടെ നിന്ന് തഴഞ്ഞിടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇതിൽ ബന്ധപ്പെടുത്താറുമില്ല, എന്നെ ഇതിനെ കുറിച്ച് ഒരു കാര്യവും പറയാൻ ആരും വിളിക്കാറുമില്ലെന്ന്. ശ്വേതാ മേനോൻ വിളിക്കാറുണ്ട്. അപ്പം അവര് ഇതിൽ ഇടപെടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല, അവരെ ഒഴിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവര് പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ ഒരു ടീമുണ്ട്. അവരെ നിയന്ത്രിക്കുന്നത് അതിനകത്തുള്ളവരല്ല, പുറത്തു നിന്ന് സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി നിയന്ത്രിക്കുന്ന ടീമുകൾ ഉണ്ടെന്നാണ് മല്ലിക സുകുമാരൻ ഈയിടയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാലൻ, അൻസിബ ഹസൻ, ടിനി ടോം, ഇത്രയും പേരെ ചുറ്റിപ്പറ്റിയ ലക്ഷ്മി പ്രിയ, അവരെയും ചുറ്റിപ്പറ്റിയാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്വേതാ മേനോൻ ഇപ്പോഴും പൂർണ്ണമായ ഒരു ധാരണ ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു ഇനിയിപ്പോ ഉടനെ അൻസിബയെ വിളിപ്പിച്ചിട്ടുണ്ട്. അൻസിബയെ മാത്രമല്ല, നീന കുറുപ്പിനെയും ലക്ഷ്മി പ്രിയയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് വിശദീകരണം തേടാനായിട്ട്. പക്ഷെ അൻസിബ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഘടന ഇതിന് വേണം, അവരുടെ വിശദീകരണം കേൾക്കാൻ പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാലാ പാർവതി ഇങ്ങനെയുള്ളവര് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് അവര് എതിര് നിൽക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പൊ അൻസിബ വീണ്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോയിരിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് കൂടി ഇത് ചർച്ചാ വിഷയമാക്കാനായിരിക്കും ഇവരിങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ശ്വേതാ മേനോൻ പറയുന്നത് ഈ പ്രശ്നം ഞങ്ങൾ താരസംഘടനയ്ക്കുള്ളിൽ തന്നെ തീർക്കുന്നു. പക്ഷെ ഈ പ്രശ്നം ഓരോ ദിവസം കഴിയുന്നോറും വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്വേതാ മേനോൻ പറഞ്ഞു താരസംഘടനയ്ക്കുള്ളിൽ തന്നെ തീർത്തു വേണം. പക്ഷെ ഈ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഈ സ്ഥാനം ഒഴിഞ്ഞു മാറുന്നു. ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആ പ്രശ്നത്തിൽ ഇടപെട്ട് അത് എങ്ങനെ പരിഹരിക്കാൻ നോക്കാതെ ഞാൻ വേണമെങ്കിൽ മാറിത്തരാം എന്നാണോ പറയേണ്ടത്? ഈ അമ്മ എന്ന സംഘടന എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയായിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് മന്ത്രിമാരിലേക്ക് വരെ എത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പം അൻസിബയ്ക്കെതിരെ വന്നത് മതത്തിനെതിരെ പറഞ്ഞ പ്രശ്നം. അപ്പം സിനിമയ്ക്കുള്ളിൽ കലാകാരന്മാർക്കൊന്നും ജാതിയും മതവും ഒന്നും ഇല്ലാന്നാ പറയാറുള്ളത്. അപ്പൊ അവർക്കിടയിൽ ഇപ്പം നടക്കുന്നത് എന്താണ്? ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവാണ്. അപ്പം മനുഷ്യൻ ഇടയിൽ എത്രത്തോളം മാറ്റം, കലയിൽ വരെ അത് എത്രത്തോളം മാറ്റം വന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതേ സമയത്ത് അൻസിബ രാജിവെച്ച സമയത്ത് അൻസിബയെ സപ്പോർട്ട് ചെയ്തു വന്നിരുന്ന ഒരാളാണ് ടിനി ടോം. പക്ഷെ അദ്ദേഹത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അൻസിബ ഉണ്ടാക്കിയിട്ടുണ്ട്. ടിനി ടോമാണ് മത പരിവർത്തനം അൻസിബ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിവാദം അഴിച്ചു വിട്ടിട്ടുണ്ട്. അൻസിബ ഇപ്പൊ പരാതി പോലീസിനെതിരെ നൽകിയിട്ടുണ്ടല്ലോ ലക്ഷ്മി പ്രിയയുടെ കേസിൽ. അപ്പൊ ഇപ്പൊ അത് മന്ത്രിയിലെടുത്ത് പോയി, മന്ത്രി വേറെ ഉയർന്നതിലോട്ട് പോയി ഇരിക്കുകയാണ്. അപ്പൊ ഈ കേസ് ഇപ്പൊ എവിടം വരെ എത്തുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലേ? അറിയില്ല, മന്ത്രിസഭയിലായിരിക്കും അവസാനം എത്തി നിൽക്കുക എന്ന് തോന്നുന്നു. മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ സജി ചെറിയാനായിരുന്നു മന്ത്രി. ആ സമയത്ത് സജി ചെറിയാൻ ഇത് ഒത്തുതീർപ്പാക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിലൊരു കാര്യവും നടന്നിട്ടില്ല. ഇപ്പൊ ഇനി രമേശ് ചെന്നിത്തലയെ കൊണ്ട് എന്ത് നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായ ഇപ്പം അമ്മ സംഘടനയിലുണ്ടായ പ്രശ്നമുള്ള ഇതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ഉയർന്ന വലിയ താരപദവി ഉള്ളവരല്ല. അപ്പൊ അവർക്കിടയിലുള്ള സാമ്പത്തിക
സാമ്പത്തികമായിട്ടുള്ള എന്തോ തിരിമറിയുടെ പ്രശ്നമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് തന്നെ അൻസിബ ആയാലും ഓഫീസ് മാനേജറായി കുട്ടിയുണ്ടല്ലോ അതുല്യ, അവരായാലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് തിരിമറി ഇതിന് ഉള്ളിൽ നടക്കുന്നുണ്ടെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ ഇവര് അതൊക്കെ മൂടിക്കെട്ടാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഒരു പ്രചരണമുണ്ട്. അപ്പൊ താരസംഘടനയായ അമ്മ ഉടൻ തന്നെ ഇല്ലാതാവും എന്ന ഒരു വിശ്വാസം എല്ലാ സമയവും ഇല്ലാതായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു രൂപീകരിക്കും, ഓരോരുത്തർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രൂപീകരിക്കും, അത് വീണ്ടും പൊളിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നടന്മാരാരും ഇതില് തല വെക്കാത്തത്. ഈ മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്, മല്ലിക സുകുമാരൻ ഇതിനെതിരെ വല്ലതും പറഞ്ഞാൽ തന്റെ മക്കൾക്കെതിരെ ആയിരിക്കും ഇവര് പറയുന്നതെന്നും, ഈ ലൂസിഫറിന്റെ സിനിമയൊക്കെ ഈ മതപരിവർത്തനത്തിന്റെ അൻസിബയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവര് പറയുന്നുണ്ട്, ലൂസിഫറിന്റെ സിനിമയുടെ കേസൊക്കെ അതിനെതിരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നാടാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനെതിരെ പറയാൻ താല്പര്യമില്ല. അതുമല്ല അവര് മക്കള് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ചെന്ന് തല വെക്കരുതെന്നും അവര് പറഞ്ഞിട്ടുണ്ട്. തല വെക്കാൻ ശ്രമിക്കുന്നവരെ ആ കള്ളക്കേസിൽ കുടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പൊ അൻസിബയുടെ കാര്യമായാലും പലരുടെയും കാര്യമായാലും അത് പ്രശ്നം. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഇപ്പൊ മീഡിയയും മറ്റുള്ളവരെയും കാണിക്കാൻ വേണ്ടി മാത്രം ഒരു നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് ഞങ്ങൾ ഇത് ചെയ്തോളാം, ഇത് തീർപ്പ് കൽപ്പിച്ചോളാം എന്ന് പറയാം. പക്ഷെ ഇത് കൂടുകയല്ലാതെ കുറയുന്നത് ഞാൻ കാണുന്നില്ല. മുമ്പ് ഈ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ റീമ കലിങ്ങൾ, പാർവതി പോലുള്ള വ്യക്തികൾ വന്ന് അതിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. പക്ഷെ ഇപ്പൊ അവരൊന്നും കാണാറില്ല. ഈ തൊഴിൽ പീഡനമൊക്കെ വരുമ്പോൾ അവര് വരാനുള്ളതായിരുന്നു. അവർക്ക് അവരുടെ ഒരു ഗ്യാങ് ഉണ്ടെന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. അവരല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പ്രതികരണം പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ റീമ കല്ലിങ്കലും ഒക്കെ ഒരു സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടി, സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി വെച്ചു. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള സിനിമയിൽ അവസരങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു. ചിലപ്പോൾ അത് വെച്ച് പേടിച്ചാവാം ഇപ്പൊ പ്രതികരിക്കാത്തതെന്ന് തോന്നില്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ എത്താൻ ഒരു കാരണമുണ്ട്. ഈ അൻസിബ ലക്ഷ്മി പ്രിയയ്ക്ക് ഒരു വോയിസ് മെസ്സേജോ അയക്കുന്നു. അപ്പോൾ അവർക്ക് ആ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് ഈ ലക്ഷ്മി പ്രിയയുടെ കുടുംബത്തിന് എന്തോ ബാധിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാണ് അൻസിബയ്ക്കെതിരെ ലക്ഷ്മി പ്രിയ തിരിഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നത്. തൃപ്പൂണിത്തറ SI രേഷ്മയ്ക്ക് എന്താണ് പരാതി കൊടുക്കുന്നത്. അവർക്കെതിരെ ഇപ്പൊ അൻസിബ പോലീസിലെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്, DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവരെ വ്യക്തിഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തുടക്കമായിട്ടാണ് ഇതെല്ലാം ഇപ്പൊ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാലാപാർവതി പോലുള്ള മുതിർന്ന അംഗം പോലും കുക്കു പരമേശ്വർ പറയുന്നതിന്റെ അപ്പുറമില്ല. അപ്പൊ ഈ താഴെക്കെട്ടുള്ള നടീനടന്മാർക്ക് ഇവിടെ ഒരു വോയിസും ഇല്ല, അവർക്കൊന്നും പറയാനില്ല. കുക്കു പരമേശ്വറിന്റെ പോലുള്ളവരുടെ കയ്യിലാണ് അമ്മ എന്ന സംഘടനയുടെ എല്ലാവിധ അധികാരവും ഇരിക്കുന്നതല്ലേ. അതിനുശേഷം പക്ഷെ കുക്കു പരമേശ്വരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവർക്കറിയാം അവർ ചെയ്ത് തെറ്റാണെന്നറിയാം. അതുകൊണ്ടായിരിക്കണം ഇവർ പ്രതികരിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുക്കു പരമേശ്വരൻ തന്നെ ഈ രാജിവെച്ചു പോയ അതുല്യ എന്ന് പറയുന്ന ഓഫീസ് മാനേജർ, അവർക്കെതിരെ ഇപ്പം ഒരു സെക്യൂരിറ്റിയെ ഹണി ട്രാപ്പ് ചെയ്തതുകൊണ്ട് സെക്യൂരിറ്റിയെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പുമായി ഇപ്പൊ അതുല്യ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ നിൽക്കുകയാണ്. ഇവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ പീഡന പരാതി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഹണി ട്രാപ്പ് അല്ലെങ്കിൽ പീഡന പരാതിയാണ് അമ്മ എന്ന സംഘടനയിൽ ഉയരുന്നത് ഇപ്പൊ.